അപ്പോഴെല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഒരു പുതിയ വിഷയമാണ്. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈശ്വര നിഷേധമാണ്, നിരീശ്വരവാദം. അപ്പോൾ നിരീശ്വരവാദം ഉയർത്തിക്കൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ കുറേ അധികം ആളുകൾ രംഗത്ത് വരാറുണ്ട്. ഒരു ഫാഷൻ പോലെ ആയിരിക്കുകയാണ് ഈശ്വര നിഷേധം. ഈശ്വരനെ നിഷേധിക്കുന്നവർക്ക് നിഷേധിച്ച് ജീവിക്കാം, ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും ജീവിക്കാം. ഇവിടെ ആരും അതിനൊന്നും ഒരു തടസ്സവുമില്ല, എതിർപ്പുമില്ല. പക്ഷേ ഒരു സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കും പോലെ ലോകത്തെമ്പാടുമുള്ള ഈശ്വര നിഷേധികൾ, യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ ലക്ഷ്യം വെക്കുന്നത് ഒരേ ഒരു വിഭാഗത്തെയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ വിഭാഗം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ആണ് ഇവരുടെ ടാർഗറ്റ്. ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ, മുസ്ലിങ്ങൾ ദൈവമുണ്ട്, ഈശ്വരനുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് പറയുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. ഈശ്വര നിഷേധികൾക്ക് ഒന്നിലും വിശ്വാസമില്ലെങ്കിൽ അവർക്ക് ഒന്നിനെയും ആരാധിക്കേണ്ടതുമില്ല. അവർക്ക് അങ്ങനെ ജീവിക്കാമല്ലോ. അവർ നിരന്തരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുൻപ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പേരുള്ള ഒരു സഫാരി ചാനൽ ഉടമ ഒരു വാചകം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴയ്ക്ക ഉണ്ടാക്കാനാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇദ്ദേഹം ഇപ്പോൾ ഒരു പുത്തൻ നിരീശ്വരവാദിയെ പോലെയാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം പള്ളിയിൽ പോകുന്നതും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വ്യാപകമായിട്ട് വീഡിയോ ഉണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ നാം പരിശോധിക്കുന്നത് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയൊരു സൂചനയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയോടാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം എന്ന് പറഞ്ഞാലേ ആകാശം മുട്ട ഉയരവും അതുപോലെ വണ്ണവും കൊമ്പം മീശയും ഒക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു മനുഷ്യരൂപം പോലെയുള്ള എന്തെങ്കിലും സംഭവമാണെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ദൈവം അങ്ങനെയൊന്നുമല്ല ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് രൂപമോ ഭാവമോ കോലമോ ഒന്നുമില്ല. മനസ്സിലാക്കുക. ദൈവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഏത് ജനങ്ങളെ? ബുദ്ധിയുള്ള ജനങ്ങളെ. സന്തോഷിനെ പോലുള്ള ജനങ്ങളല്ല. സന്തോഷിന് തോന്നുന്നുണ്ടാവും സന്തോഷ് വലിയ ബുദ്ധിമാനാണെന്ന്. ഒന്നുമല്ല. ഒരു ക്യാമറയും പിടിച്ച് 3-4 രാജ്യങ്ങളിൽ പോയി കുറച്ച് വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ച് ഒരുത്തനും വലിയ ബുദ്ധിമാനൊന്നും ആകാൻ പോകുന്നില്ല. ബുദ്ധിമാനാണ് ആരാണ്? മനുഷ്യനാണ് ബുദ്ധിമാൻ. ഏതൊരു മനുഷ്യനും തലച്ചോറ് തന്നിരിക്കുന്നത് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. മറ്റ് ജീവികൾക്ക് ആ വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ല. അപ്പം എല്ലാ മനുഷ്യരിൽ നിന്നും നിങ്ങൾ ഒരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വാചകം പഠിച്ചത്. നിങ്ങളും ഏതൊരു മനുഷ്യനും ബുദ്ധിയുടെ തൂക്കവും കാര്യമൊക്കെ ഏതാണ്ടൊക്കെ ഒരേ മാതിരിയാണ്. 1 കിലോയും 400 ഗ്രാമും ആണ് ഉള്ളത്. മനസ്സിലായോ? 2-3 വീഡിയോ ഒക്കെ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ വലിയ ആളൊന്നും ആകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ആ പോക്കറ്റിൽ വെച്ചേക്കുക. മതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയാമോ സന്തോഷിന്? മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. അഭിപ്രായം. മതമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായമില്ലാത്തവൻ. ഒരു മനുഷ്യന് അഭിപ്രായമില്ലാത്ത ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ആ വ്യക്തി മന്ദബുദ്ധിയായിരിക്കണം. ബുദ്ധിക്ക് സ്ഥിരതയുള്ള, ബുദ്ധിയുടെ പ്രവർത്തനത്തിന് യാതൊരു കുഴപ്പവും കംപ്ലൈൻറ്റും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എന്തൊരു വിഷയത്തിലും ഒരു അഭിപ്രായമുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരു വിവാഹാലോചന നടക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ഇന്നമാതിരി ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഓരോരുത്തരെ അവരവരുടെ അഭിപ്രായം പറയും. അഭിപ്രായം പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി മന്ദബുദ്ധിയായിരിക്കും. മന്ദബുദ്ധിയായ ഒരു വ്യക്തിയോട് ഒരു വീട്ടുകാരും ഇത്തരം കാര്യങ്ങളിൽ ഒരു വിഷയങ്ങളിലും അഭിപ്രായം തേടാറില്ല. കാരണം അവരോട് അഭിപ്രായം തേടിയാൽ അവർക്ക് അവരുടെ മുഖത്തോ ഭാവത്തിലോ ഒന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. എന്ത് കാര്യങ്ങൾക്കും വ്യക്തമായ അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളെയാണ് മതം അനുസരിച്ച് ജീവിക്കുന്നവൻ എന്ന് പറയുന്നത്. പിന്നെ ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ഞാൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നത് ചില ദൃഷ്ടാന്തങ്ങളിലൂടെയാണ്. 1-2 ദൃഷ്ടാന്തം ഞാൻ പറയാം. നമ്മളെല്ലാവരും ജീവൻ നിലനിർത്തുന്നത് ശുദ്ധവായു ശ്വസിച്ചിട്ടാണ്. സന്തോഷ് വായുവിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ?
അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ചറിയുന്ന എന്താണോ അത് വായുവാണെന്നെന്താണോ ഉറപ്പ്? നിങ്ങൾ വ്യക്തമായിട്ട് വായുവിനെ കണ്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല. കറണ്ട് കണ്ടിട്ടുണ്ടോ? വൈദ്യുതി. നമ്മുടെ വീടുകളിലെല്ലാം വൈദ്യുതി നഷ്ടപ്പെട്ടാൽ, വൈദ്യുതിയുടെ പ്രസരണം നഷ്ടപ്പെട്ടാൽ നമ്മുടെ വിളക്കുകളെല്ലാം അണയും, ബൾബുകളെല്ലാം അണയും. അപ്പോൾ വൈദ്യുതി പോയി, ഡിസ്കണക്റ്റ് ആയി എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഈ വൈദ്യുതി എന്ന സംഭവം സന്തോഷം നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്നാൽ വൈദ്യുതി ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇതെല്ലാം മനുഷ്യ സൃഷ്ടിയായിട്ട് പോലും അതുപോലും കാണാൻ, അനുഭവിച്ചറിയാൻ നമുക്കാർക്കും കഴിയുന്നില്ല. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം കൂടിയും പറയാം. സന്തോഷേ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ലോകത്ത് അനേകം ഫ്രൂട്ടുകളുണ്ട്, പഴവർഗ്ഗങ്ങൾ. ഈ പഴവർഗ്ഗങ്ങൾ മരത്തിൽ കിടന്ന് മൂത്ത് പാകമായാൽ അതിൻ്റെ ഉടമ പറിച്ചില്ലെങ്കിൽ അതിന് പതുക്കെ ചെനപ്പ് തട്ടാൻ തുടങ്ങും. എന്നിട്ടും പറിച്ചില്ലെങ്കിൽ അവിടെ കിടന്നത് പഴുക്കും. എന്നിട്ടും പറിച്ചില്ലെങ്കിൽ ഞെട്ടറ്റ് അത് താഴെ വീഴും. വീണതിന് ശേഷം അതവിടെ കിടന്ന് പതുക്കെ ചീഞ്ഞ് അലിഞ്ഞ് ഒന്നുമില്ലാതെയായി തീരും. എന്നാൽ ഈത്തപ്പഴം സന്തോഷം കണ്ടിട്ടുണ്ടോ? ഈത്തപ്പഴം അത് മൂത്ത് പാകമായാൽ അത് പഴുക്കും. പഴുത്ത് താഴെ വീണാലും ആ പഴുപ്പിൽ തന്നെ അങ്ങനെ നിൽക്കും. എത്ര കാലം വേണമെങ്കിലും അത് എടുത്തു വെച്ചാൽ അവിടെ ഇരിക്കും, അത് ചീഞ്ഞ ഈത്തപ്പഴം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇതൊരു ദൃഷ്ടാന്തമാണ്. വൈദ്യുതി ഒരു ദൃഷ്ടാന്തമാണ്. വായു ഒരു ദൃഷ്ടാന്തമാണ്. സന്തോഷിന് 1 പൗണ്ട് വായു നിർമ്മിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുമോ 1 പൗണ്ട് വായു നിർമ്മിക്കാൻ? കഴിയില്ല. മനുഷ്യനിൽ ആത്മാവ് മനുഷ്യ ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞാൽ അത് പിന്നെ വെറും ജഡമായി തീരും. സന്തോഷം ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്നാൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ദൈവം. ഈ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ലോകത്ത് 2 വിഭാഗക്കാരേ ഉള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ ആരാധിക്കുക, അതൊരു വിഭാഗം. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന മറ്റൊരു വിഭാഗം, വേറൊരു വിഭാഗമുണ്ട്. അറിയാമോ? ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പല സൃഷ്ടികളെയും ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തം 3 വിഭാഗമാണുള്ളത്. അത് മനസ്സിലാക്കുക. അല്ലാതെ എവിടെയെങ്കിലും പോയി 2 വീഡിയോ എടുത്തെന്ന് വിചാരിച്ച് ഒന്നുമല്ല, എന്തെങ്കിലും ആണെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചേക്കുക. പുറത്തേക്ക് എടുക്കണ്ട. പുറത്തേക്ക് എടുത്താൽ ഇത്തരം കമന്റുകളൊക്കെ വരും. എന്നാൽ ഈ മതമില്ല എന്ന് പറയുന്നവർ, ലോകത്തെമ്പാടുമുള്ള മതമില്ല എന്ന് പറയുന്നവർ, ഞങ്ങൾ യുക്തിവാദികളാണെന്ന് അവകാശപ്പെടുന്നവർ, നിരീശ്വരവാദികളാണെന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും വിമർശിക്കുന്നത് ഒരേ ഒരു പ്രസ്ഥാനത്തെയാണ്. എല്ലാവരുടെയും വിമർശനം ഇസ്ലാമിനെയാണ്. ഇസ്ലാമിനെ കടന്നാക്രമിക്കുക, അവരുടെ ഖുർആൻ പരസ്യമായി കത്തിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ചടങ്ങ്. ഇവർക്ക് മതമില്ലാഞ്ഞിട്ടാണോ? ഇവർക്ക് മതമുണ്ട്. മതവെറിയന്മാരാണ്. മതത്തിൻ്റെ പേരിൽ പല പോക്രിത്തരങ്ങളും ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. ഉടുതുണിയില്ലാതെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ ഉടുതുണിയില്ലാത്ത മുഴുവനായി നിൽക്കുന്ന, ജനിച്ചപാട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മടിയിൽ പോയി തലചായ്ച്ച് അനുഗ്രഹം തേടുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ സാധിക്കും. ആ ദിവ്യശക്തി ആ വ്യക്തിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ. അത്തരക്കാരും മതനിഷേധികൾ തന്നെയാണ്, ദൈവനിഷേധികൾ തന്നെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മുന്നിൽ പോയി തലകുനിച്ച് തല പൂഴ്ത്തി ഇരിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മുന്നിൽ. പണ്ട് രാജീവ് ഗാന്ധി, ദേവരാ ബാബ എന്ന് പറയുന്ന ഒരു ഉടുതുണിയില്ലാത്ത ഒരാൾ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് വന്നപ്പോൾ രാജീവ് ഗാന്ധി ദേവരാ ബാബയുടെ അടുത്ത് ചെന്നു. അദ്ദേഹം ഉടുതുണിയില്ലാതെ മരത്തിൻ്റെ മുകളിലിരുന്ന് താഴെ ചെന്ന് നിൽക്കുക. ആ രാജീവ് ഗാന്ധിയുടെ തലയിലേക്ക് ഒരു ചവിട്ടാണ്. അതാണ് അയാളുടെ അനുഗ്രഹം കൊടുക്കൽ. രാജീവ് ഗാന്ധിനെ പോലുള്ളവർ പോലും ഇത്തരം ഭ്രാന്തന്മാരുടെ അടുത്ത് പോയി അനുഗ്രഹം തേടുന്ന കാഴ്ച. നിങ്ങളെല്ലാം അങ്ങോട്ടാണ് തിരിയേണ്ടത്, അല്ലാതെ ഇസ്ലാമിന് നേർക്കല്ല തിരിയേണ്ടത്. എല്ലാവരുടെയും ലക്ഷ്യം ലോകത്തെമ്പാടുമുള്ള നിരീശ്വരവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ എല്ലാം എന്ന് പറയുന്നവരെല്ലാം വിമർശിക്കുന്നത്, ആക്ഷേപിക്കുന്നത്, അപമാനിക്കുന്നത് ഇസ്ലാമിനെ മാത്രമാണ് എന്നോർക്കുക. ദൈവം വിചാരിച്ചാലേ വാഴയ്ക്ക എവിടെയും ഉണ്ടാക്കാൻ സാധിക്കും. സ്വർഗത്തിൽ മാത്രമല്ല, എവിടെയും വാഴയ്ക്ക വിളവിക്കും ദൈവം.
സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഹൃദയമിടിപ്പ് ഏത് നിമിഷവും ദൈവം പിടിച്ചെടുക്കാം. മനസ്സിലായോ? എന്തിനാ സന്തോഷേ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി മുട്ടുകുത്തി കരഞ്ഞു കലങ്ങി പ്രാർത്ഥിക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട് താങ്കൾ. അപ്പോൾ താങ്കൾക്ക് ദൈവമാകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അതോ ലോകത്തെമ്പാടുമുള്ളവർ താങ്കൾ അംഗീകരിക്കുന്ന ദൈവവിശ്വാസികളായി മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല സന്തോഷേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ചധികം പറയാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോയുടെ ദൈർഘ്യം കൂടിപ്പോവും, അതുകൊണ്ട് തൽക്കാലം ഞാൻ ചുരുക്കുന്നു. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. അതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.